വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. ലോക സംഗീത ദിനമാണ്. സ്വാഭാവികമായും നമ്മുടെ മുമ്പിലെ അതിഥി, നമ്മളോടൊപ്പമുള്ള അതിഥി നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. അദ്ദേഹം ഏതാണ്ട് അരനൂറ്റാണ്ടായി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ സംഗീതം ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ്, സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇമ്പമേറിയ ഗാനങ്ങൾ നമുക്ക് കേൾക്കാനാണ്. എല്ലാ സംഗീത ആസ്വാദകർക്കും കലാ ആസ്വാദകർക്കും ഈ സംഗീത ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ചലച്ചിത്ര ഗാനത്തിലെ ഏതാനും വരികൾ ഞാനിവിടെ ആലപിക്കുകയാണ്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഉള്ളിൽ നല്ല പ്രണയമുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ പാടിയ പാട്ട് മലയാളികളെ സംബന്ധിച്ച് അതൊരു ഗൃഹാതരത്വമാണ്. അതുമാത്രമല്ല, പുതിയ തലമുറയ്ക്ക് പോലും വലിയ ഇൻസ്പിറേഷനാണ്. പ്രത്യേകിച്ച് ആത്മാർത്ഥമായുള്ള പ്രണയത്തെ ആ പാട്ട് അത്രമാത്രം സ്വാധീനിക്കും. സാറിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ ഒരു ഗായകനുണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളിപ്പോഴാണ് കേൾക്കുന്നത്, സാർ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇത്രയേറെ തിരക്കേറിയ ഒരു ലൈഫിൽ ഇതൊക്കെ പാടാനുള്ള ഒരു സമയം പോലും സാറിന് കിട്ടുന്നുണ്ടോന്ന് പൂർണ്ണമായും ചിലപ്പോൾ സാറിന്റെ മനസ്സെപ്പോഴും വെമ്പുന്നുണ്ടാവും, ഒരു കലാകാരന്റെ ഹൃദയം എന്ന് പറയുന്ന പോലെ. എന്താ സാറിന് പറയാനുള്ളത്? പ്രണയം എന്ന് പറയുന്നത് ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. അത് വളരെ നേരത്തെ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ യൗവന കാലഘട്ടത്തിൽ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വികാരമാണല്ലോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുക, അതിലുള്ള പ്രണയഗാനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് ആ ഒരു സമയത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മനോഹരമായിട്ടുള്ള കുറുപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റ് രചയിതാക്കളുടെയൊക്കെ കവിതകൾ, ഗിരീഷ് പുത്തഞ്ചേരി പോലുള്ള രചയിതാക്കളുടെ, വയലാറിൻ്റെ മനോഹരമായിട്ടുള്ള പ്രണയഗാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയും നല്ല രീതിയിൽ അത് പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ ചില അവസരങ്ങളിൽ പാടാനും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഗീത ദിനമാണ്. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അത് പലതരത്തിലാണ് സ്വാധീനിക്കുന്നത്. ഒരുപക്ഷെ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആ സംഗീതം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്ന് മഹാരഥന്മാരായ സംഗീതജ്ഞർ പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്. പല അനുഭവ കഥകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ആ സംഗീതം സാറിനെ എത്രമാത്രം ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, സാറിന്റെ വളർച്ച, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങിന്? അത് സംഗീതം എന്ന് പറയുന്നത് മനസ്സ് ആർദ്രമാക്കാൻ വേണ്ടിയിട്ട്, സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് ആർദ്രമാക്കാൻ, ലോലമാക്കാൻ വേണ്ടിയിട്ട് സംഗീതം, നല്ല സംഗീതം, ശുദ്ധ സംഗീതം കേൾക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് നമുക്ക്, എന്നെ സംബന്ധിച്ച് ചില അവസരങ്ങളിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതോടൊപ്പം നല്ല സംഗീതം കേൾക്കുക, അപ്പോൾ അത് മനസ്സിന് വല്ലാതെ ഒരു സന്തോഷം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, നമ്മളിപ്പോൾ ഈ മലയാളി ആയിട്ടുള്ള നമ്മുടെ ഈ സംഗീതജ്ഞരെ കുറിച്ചും ഗായകരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഇളയരാജയെ ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതെ പോകാൻ കഴിയില്ല. ഇന്നും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, മഹാനായ ഒരു സംഗീത ചക്രവർത്തി എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റും. അത്രമാത്രം ആരാധകരുണ്ട്. സാറിനെ ഇളയരാജയുടെ പാട്ടുകൾ സ്വാധീനിച്ചിട്ടുണ്ട്? ഇളയരാജയുടെ പാട്ട് എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ഒരു ഹൃദയത്തിൽ തൊടുന്ന ഒരു ഗാന, അത് വളരെ നാടോടി ശീലുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും ഏതൊരു പാട്ടും. ഇളയരാജയുടെ പാട്ട് കേൾക്കുന്നത് തന്നെ ഒരു വളരെ സന്തോഷമുള്ള ഒരു ഇതാണ്. വേഴാമ്പൽ കേഴും വേനൽ കൂടീരം ഏകാകിനി നിന്നോർമകൾ
ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ. ഈ വഴി ഹേമന്തമെത്ര വന്നു ഈറനോടുത്തു കൈകൂപ്പി നിന്നു. എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു. മായിക മോഹമായി മാരിവിൽ മാലയായി മായുന്നുവോ മായുന്നുവോ ഓർമ്മകൾ കേഴുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ. എപ്പോഴെങ്കിലും പൂർണ്ണമായും ഒരു ഗായകനായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ലൈഫിൽ? പൂർണ്ണമായിട്ടൊരു ഗായകനായിട്ട് മാറാൻ എനിക്ക് സാധിച്ചിട്ടില്ല. സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എൻ്റെ മൺ വീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. നമ്മുടെ രവീന്ദ്രൻ, അതേപോലെ തന്നെ നമ്മുടെ ഈ പരവൂർ ദേവരാജൻ മാസ്റ്റർ, നമ്മുടെ ONV, അങ്ങനെ മഹാരഥന്മാരായ സംഗീതത്തിലെ കുലപതികളായി അറിയപ്പെട്ടിരുന്നവരുടെ നാടുകൂടിയാണ് ഈ കൊല്ലം ജില്ല. അവിടെയാണ് സാർ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. എനിക്കൊരു വലിയ അവസരം കിട്ടിയിട്ടുണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം ആരാധിക്കുന്ന, ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കാണാൻ പോലും ആഗ്രഹിച്ചിരുന്ന, വളരെ ആരാധനയോടുകൂടി കാണുന്നതാണ് ജി ദേവരാജൻ മാസ്റ്റർ. അദ്ദേഹം ഒരു സംഗീത ലോകത്തെ കുലപതിയാണ്, കമ്പോസർ, മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും വലിയ ഒരു എന്താ പറയുക ബഹുമാനമുള്ള ഒരു സംഗീത സംവിധായകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ്, അത് പ്രഗത്ഭനായിട്ടുള്ള ഈ തലമുറയിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നല്ല സംഗീത ആസ്വാദകർ വളരെയേറെ ആരാധിക്കുന്ന ശ്രീ M ജയേന്ദ്രന് കൈമാറാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ അസുലഭമായിട്ടുള്ള ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. നമ്മുടെ ജില്ലാ കളക്ടർ ദേവിദാസ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും സംഘർഷഭരിതമായിരിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. പക്ഷേ നമ്മളെപ്പോഴും അദ്ദേഹത്തെ ചിരിച്ചേ കണ്ടിട്ടുള്ളൂ. അത് ഓഫീസ് മുറിയിലാണെങ്കിലും ക്യാമ്പ് ഹൗസിലാണെങ്കിലും ഏതൊരു സാഹചര്യങ്ങളിലും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഗീതം ഉള്ളതുകൊണ്ടായിരിക്കണം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.